LBSൻ്റെ BSc നഴ്സിംഗ് പാരാമെഡിക്കൽ കോഴ്സുകളുടെ 3rd റൗണ്ട് അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. കോളേജിൽ ജോയിൻ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് സെപ്റ്റംബർ 20 അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് 3rd റൗണ്ട് അലോട്ട്മെൻറ്റ് LBS.kerala.gov.in എന്നുള്ള സൈറ്റിൽ കാണാം. അലോട്ട്മെൻറ്റ് കിട്ടിയവർ സൈറ്റിൽ നിന്ന് പ്രിൻ്റ് എടുത്ത ഫീ പേയ്മെൻറ്റ് സ്ലിപ്പ് അത് ഫെഡറൽ ബാങ്കിൻ്റെ ഏതെങ്കിലും ഓഫീസിൽ അല്ലെങ്കിൽ ബ്രാഞ്ചിൽ ഹാജരാക്കിയിട്ടോ അല്ലെങ്കിൽ ഓൺലൈനായിട്ടോ നിങ്ങൾക്ക് ഫീസ് അടയ്ക്കാം. ഈ ഫീസ് അടയ്ക്കേണ്ട ഡേറ്റ് സെപ്റ്റംബർ 13 അടയ്ക്കണം. ഫീസ് അടച്ചില്ലെങ്കിൽ കിട്ടിയ അലോട്ട്മെൻറ്റ് നഷ്ടപ്പെടും. അപ്പോൾ അലോട്ട്മെൻറ്റ് കിട്ടിയവർ ഫീസ് അടച്ചതിന് ശേഷം സൈറ്റിൽ നിന്ന് പ്രിൻ്റും എടുത്ത് അലോട്ട്മെൻറ്റ് മെമ്മോയും ഒറിജിനൽ ഡോക്യുമെൻറ്റുമായിട്ട് 20 തീയതിക്ക് മുമ്പ് കോളേജിൽ റിപ്പോർട്ട് ചെയ്യേണ്ടതാണ്. അപ്പോൾ ഡേറ്റ് ഷെഡ്യൂൾ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു. ഫീസ് അടയ്ക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് 13/9/2024 വൈകിട്ട് 5 മണി വരെയാണ്. കോളേജിൽ റിപ്പോർട്ട് ചെയ്യേണ്ടത് 20/9/2024 3 മണി വരെ വൈകിട്ടാണ്. ഫീ പേയ്മെൻറ്റ് നിങ്ങൾക്ക് ഓൺലൈനായിട്ടോ അല്ലെങ്കിൽ ഫെഡറൽ ബാങ്കിൻ്റെ ബ്രാഞ്ച് വഴിയോ അടയ്ക്കാവുന്നതാണ്. അലോട്ട്മെൻറ്റ് കിട്ടിയ കോളേജുകളിൽ 20 തീയതിക്ക് മുമ്പ് 20 തീയതി 3 മണിക്ക് മുമ്പ് ജോയിൻ ചെയ്യണം. സർക്കാർ നഴ്സിംഗ് കോളേജ് തിരുവനന്തപുരത്ത് അലോട്ട്മെൻറ്റ് കിട്ടിയവർ അലോട്ട്മെൻറ്റിൽ മെമ്മോയിൽ പറഞ്ഞിരിക്കുന്ന തീയതിയിൽ കോളേജിൽ അഡ്മിഷന് വേണ്ടി ഹാജരാകുകയും വേണം. അതുപോലെ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, അലോട്ട്മെൻറ്റ് മെമ്മോ കൃത്യമായിട്ട് വായിച്ച് മനസ്സിലാക്കുക. അലോട്ട്മെൻറ്റ് മെമ്മോയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അലോട്ട്മെൻറ്റ് കിട്ടിയവർ അലോട്ട്മെൻറ്റ് മെമ്മോയും ക്ലെയിമുകളുടെ, അതായത് നിങ്ങൾക്ക് റിസർവേഷനൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ ക്ലെയിമുകളുടെ ഒറിജിനൽ ഡോക്യുമെൻറ്റുമായിട്ട് കോളേജിൽ റിപ്പോർട്ട് ചെയ്യണം. ടോക്കൺ ഫീ അടയ്ക്കാത്തവർ ഫെഡറൽ ബാങ്കിൽ ഓൺലൈനായിട്ട് ഫീസ് അടയ്ക്കാം, അല്ലെങ്കിൽ ഓൺലൈനായിട്ടോ അല്ലെങ്കിൽ ഫെഡറൽ ബാങ്കിലോ ഫീസ് അടയ്ക്കാം. ഫീസ് അടച്ചെങ്കിൽ മാത്രമാണ് അലോട്ട്മെൻറ്റ് മെമ്മോ കിട്ടൂ. അപ്പോൾ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് മെമ്മോ കിട്ടുന്നില്ലെങ്കിൽ, അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഫീ അടയ്ക്കുക, അലോട്ട്മെൻറ്റ് മെമ്മോ ഇഷ്യൂ ആയിക്കോളും. സിമറ്റിൻ്റെ കോളേജിൽ NRI കോട്ടയിൽ അലോട്ട്മെൻറ്റ് കിട്ടിയവർ അഡ്മിഷന് വേണ്ടി റിപ്പോർട്ട് ചെയ്യേണ്ടത് സിമറ്റ് ഡയറക്ടറേറ്റ് പാറ്റൂർ തിരുവനന്തപുരം ഓഫീസിലാണ്. എന്നാൽ CPASൽ കിട്ടിയവർക്ക് റിപ്പോർട്ട് ചെയ്യേണ്ടത് സ്കൂൾ ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ ഗാന്ധിനഗർ കോട്ടയത്തുമാണ്. അപ്പോൾ LBSൽ അലോട്ട്മെൻറ്റ് കിട്ടിയവർ ഇതൊന്ന് ശ്രദ്ധിച്ചേക്കുക. ഇതുമായിട്ട് ബന്ധപ്പെട്ട ബാക്കി എന്തെങ്കിലും അപ്ഡേറ്റ് വരികയാണെങ്കിൽ ഞാൻ കമ്മ്യൂണിറ്റിയിൽ പോസ്റ്റ് ചെയ്യാം. കമ്മ്യൂണിറ്റിയുടെ ലിങ്ക് കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ട്. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.